പ്രവിധ ഇത്തവണ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കുറച്ചധികം കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്. ആദ്യം ചർച്ച തുടങ്ങിയത് കോൺഗ്രസ് ആണ്. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടിക പുറത്തു വന്നപ്പോഴും അസ്വാരസ്യങ്ങൾ ഇങ്ങനെ നിറയുകയാണ്. നമുക്കറിയാം പലരുടെയും പേരുകൾ നമ്മൾ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനഘട്ട പട്ടിക വരുമ്പോൾ പലരും അതിൽ നിന്ന് പുറത്താവുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേരാണ് അതെ കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ്. പക്ഷേ തനിക്ക് സീറ്റ് ലഭിക്കാത്തതിൽ ഒരു നിരാശയുമില്ല എന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാവായ ദീപ്തി മേരി വർഗീസ്. കൊച്ചി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന് വേണ്ടി മാത്രമല്ല ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്റെ പോസ്റ്ററുകൾ അടിച്ചത് തയ്യാറെടുപ്പിന്റെ ഭാഗമായാണെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. സീറ്റിന്റെ കാര്യത്തില് പാർട്ടി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താറുണ്ട്. താല്പര്യമുള്ള ആളുകളുണ്ടാകും, അതിന് ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ശ്രമിക്കുന്ന എല്ലാ ആളുകൾക്കും കിട്ടാറില്ല. പല പല കാരണങ്ങളാൽ പലർക്കും സീറ്റ് കിട്ടും, കുറെ ആളുകൾക്ക് സീറ്റ് ലഭിക്കില്ല. അതിനപ്പുറമായിട്ടൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഷിയാസുമായിട്ടല്ലല്ലോ, ഞാൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗം കൂടിയാണല്ലോ. KPCCയുടെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗമാണ്, 8 കമ്മിറ്റിയിൽ അംഗമാണ്. കേരളം മുഴുവനുള്ള പ്രചരണത്തിന് ഞാൻ ഉണ്ടാവും. വളരെ കുറച്ച് സമയമുള്ളൂ, 20-22 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് സാധ്യതാ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും പ്രാഥമികമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാനും ആ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. അത് പിന്നീട് മറ്റൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്, അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയത്തിന് ശേഷം മേയർ സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കും എന്നാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഏതായാലും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.